ഹായ് ഹലോ. അപ്പം ഞാനും റസ്ലും ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റസ്ലിൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ പോണത്. ഇവിടെ നിന്ന് പൂക്കള മത്സരമാണ്, ഫുൾ ഓണം മൂടാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന ശേഷം ഞാൻ മെല്ലെ അവിടെ നിന്ന് നൈസായിട്ട് സ്ലിപ്പായി. അങ്ങനെ ഇതാ നമ്മുടെ അടുത്തുള്ള കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഒരു ചായയും പരിപ്പോടിയും കഴിച്ചു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കോയമ്പത്തൂരിൽ നിന്ന് താത്ത വരുന്നുണ്ടായിരുന്നു കേട്ടോ. താത്ത എന്ന് പറഞ്ഞാൽ ഇക്കാൻ്റെ പെങ്ങളാണ്. അപ്പോൾ ഇക്കാൻ്റെ ചെറിയ പെങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇതാ ഇയാളുടെ കേട്ടോ. ഷെസമോള് എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എത്തി. റസ്ലു ഇപ്പോഴും സ്കൂളിലാണ് കേട്ടോ. അവനൊരു 12:30 ആകുമ്പോൾ ആരെങ്കിലും പോയി വിളിച്ചിട്ട് വരും. ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ പോയി നോക്കുമ്പോൾ കായച്ചാറും കച്ചമ്പറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടി നടന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഉമ്മ എനിക്കൊരു കപ്പ് ചായ തന്നെ. അതും കുടിച്ചത് ആ സിറ്റൗട്ടിലിരിക്കുമ്പോഴായിരുന്നു ചിക്കനൊക്കെ വരട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടുകാർ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തത്. അങ്ങനെ എന്താ കുഞ്ഞു പെണ്ണുങ്ങളും കൂടി വന്നിട്ടുണ്ട്. അലേദാനോട് ഒന്ന് ഡാൻസ് കളിക്കുക ചോദിച്ചപ്പോൾ 2 ആട്ടം വെച്ച് തന്നു. പിന്നെ ഷെസാൻ ഒരുക്കുന്ന തിരക്കായിരുന്നു. കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തുള്ള ബേക്കറിയിൽ നിന്നായിരുന്നു ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഒരു കച്ചറ എന്ന് വേണമെങ്കിൽ പറയുക. കേക്ക് കണ്ട പിന്നെ മക്കളൊന്നും പറയണ്ടല്ലോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു ഒക്കെ പാടി കേക്കൊക്കെ മുറിക്കാൻ പോവുകയാണ്. ഇത് ആവശ്യത്തിന് പൊട്ടൂലല്ലോ എപ്പോഴും ആ സാധനം. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മക്കൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. റസ്ലുദാ അവൻ വാങ്ങിയ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് പ്ലേറ്റിലാക്കി കൊണ്ടുപോയി കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു പീസ് ഞാനും എടുത്ത് കഴിക്കണ്ടേ. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടി. പാലക്കാടൻ കായച്ചാറും പാലക്കാടും ബിരിയാണിയും കച്ചമ്പറും ചിക്കനൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചു കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കായച്ചാറും ചോറും ചിക്കൻ വരട്ടിയതൊക്കെ. പിന്നെ അപ്പം ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സഹായിച്ചു. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, ബീറ്റ് ചെയ്യാം.